ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അങ്ങനെ നമ്മളിവിടെ ഫോർട്ട് കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുവാണ്. ഞാൻ റൂമിലേക്ക് എല്ലാ കാര്യങ്ങളും വെച്ചു, ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞു. ജസ്റ്റ് റൂമിൽ നിന്ന് കാണിച്ചാൽ ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ഇത് വലിയൊരു ബെഡ്റൂം, അതിൻ്റെ കൂടെ ഒരു സ്യൂട്ട് റൂമാണിത്. ഇപ്പുറത്തൊരു റൂം. ആക്ച്വലി എനിക്ക് ഇവിടെ കൂടുതൽ സമയം ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിഷമം. പുറത്തെ വ്യൂ, ഇറ്റ്സ് എ ബാൽക്കണി. നല്ല ഒരു കടൽ വ്യൂ ഉണ്ട്. ഇവിടുന്ന് ബോട്ട്സ് എല്ലാം കാണാം, ഷിപ്പ് കാണാം. കൊച്ചിയുടെ കുറേ ഭാഗങ്ങൾ കാണാം. ഒരു വലിയൊരു ബാൽക്കണിയാണ് കേട്ടോ. അത് ബെഡ്റൂമിൽ നിന്നും ആക്സസ് ഉണ്ട്, ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്നും ആക്സസ് ഉണ്ട്. നൈസ് ഒരു വാഷ് ഏരിയ. ആക്ച്വലി കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ആ ബോട്ടിൻ്റെയും ഷിപ്പിൻ്റെയൊക്കെ വ്യൂ കിട്ടും കേട്ടോ ഇവിടുന്ന്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, നൈസ് പ്രോപ്പർട്ടി. അപ്പോൾ എൻ്റെ ഈ യാത്രയും ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സ്പോൺസേർഡ് ബൈ ഗ്ലീസിയർ ഹോളിഡേയ്സ് ആണ്. അവർ വളരെ ഗംഭീരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗ്ലീസിയർ ഹോളിഡേയ്സ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ടോപ്പ് ഫെസിലിറ്റീസൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ പക്ഷേ എനിക്ക് ഇവിടെ എൻജോയ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് മാത്രം. എനിക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഫോർട്ട് കൊച്ചി തന്നെ ആട്ടോ കിടന്ന് കറങ്ങാൻ പോണേ. അപ്പോൾ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പരിസരമാണ്. അപ്പോൾ ഇനി ഒരു ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ലഞ്ച് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പോകണു. പുറത്ത് പോയിട്ട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ട്രഡീഷണലായിട്ടുള്ള ബിരിയാണിയൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്, അവിടെ പോകണമെന്നുണ്ട്. പിന്നെ എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ട്. ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും കുറച്ച് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്, മോണ്യുമെൻറ്റ്സ്. ആ കൂട്ടത്തിലാണ് നമ്മുടെ ജൂ സ്ട്രീറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ജൂ സ്ട്രീറ്റിൽ വന്നിട്ട് ഇപ്പോൾ കുറേ കാലമായി. അവിടെ കുറേ സുവനിയർ ഷോപ്സ്, അപ്പോൾ കുറച്ച് ഷോപ്പിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും റോഡിലേക്ക് ഇറങ്ങാം. നല്ല വെയിലാണ് പുറത്ത്, കുഴപ്പമില്ല, പോകാം. ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുന്നു. ഖൈസ് റഹമത്തുള്ള കഫേ, വെരി ഫേമസ് റെസ്റ്റോറൻറ്റ്. ഇവരുടെ സ്പെഷ്യലാണ് മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈയും മട്ടൺ റോസ്റ്റും. ഞാൻ പറഞ്ഞു ഭയങ്കര. ഇത് അവരുടെ ഫസ്റ്റ് ഒറിജിനൽ ആദ്യത്തെ ഷോപ്പാണ്. രണ്ടാമതൊരു കടയുണ്ട്, വേറൊരു ബ്രാഞ്ചുണ്ട്. പക്ഷേ ഇത് 75 വർഷം പഴക്കമുള്ള ഏറ്റവും ഒരുപാട് മോർ ദാൻ 75 ഇയേഴ്സ് ഓൾഡ്. ഒരു സലാഡ്, അച്ചാറ്, ഡേറ്റ്സ് പിക്കിള്, നാരങ്ങ, പപ്പടം. മട്ടൺ ബിരിയാണി ഉണ്ട്. ഇത് 2 മട്ടൺ തന്നെയാണ്. ചിക്കൻ ബിരിയാണി ഓക്കെ. അപ്പോൾ മട്ടൺ ബിരിയാണി ചിലപ്പോൾ കാണില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ വായത്തിനുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണിയും വരുന്നുണ്ട്. അടിപൊളി. അയ്യോ എന്ത് ടേസ്റ്റാ, ചുമ്മാതല്ല, സോ ഫേമസ്. മട്ടണൊക്കെ ഇങ്ങനെ സോഫ്റ്റ്. റൈസ് നല്ല ബസ്മതി റൈസാണ്. ഇത് ആക്ച്വലി അക്കമ്പനിമെൻറ്റ് ഒന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അച്ചാറ് പോലും വേണ്ട, എത്ര ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ തന്നെ. ഓ വെരി നൈസ്. ഇത് മട്ടൺ ചിക്കനും കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ബിരിയാണി. ഒമ്മേ ഒരു വലിയ പീസ്, ലെഗ് പീസ് എൻ്റെ അടുത്ത് നോക്കട്ടെ. അടിപൊളി. പക്ഷെ മട്ടൺ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഇഷ്ടമാവുക. അത് കഴിഞ്ഞ സെക്കൻഡറിയാണ്. 2ാം സ്ഥാനമാണ് നമുക്ക് ചിക്കൻ ബിരിയാണിക്ക്. രണ്ടും ഈക്വലി കൂടാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാം, വായിലേക്കാൾ അടിഞ്ഞു പോകുന്ന പോലെ മീറ്റല്ല. ഓ സോ നൈസ്. അപ്പോൾ ഖൈസ് ബിരിയാണി കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അവരുടെ ആദ്യത്തെ ഷോപ്പായിട്ട്. ഇവർക്കൊരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് 11 മണി മുതൽ 4 മണി വരെയാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം മട്ടൺ ബിരിയാണിക്ക് ഇവിടെ അടിപൊളി മട്ടൺ ബിരിയാണി 280 രൂപയുള്ളൂ. ചിക്കൻ ബിരിയാണിക്ക് ഉള്ളി 150. ഹൈ ക്വാളിറ്റി റൈസൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ധാരാളം ക്വാണ്ടിറ്റിയും കിട്ടുന്നുണ്ട്. ഇത് മട്ടാഞ്ചേരിയാണ് ആക്ച്വലി. മട്ടാഞ്ചേരിയിൽ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്. അതാണ് ഇവിടുത്തെ ജൂ സ്ട്രീറ്റ്. അപ്പോൾ ജൂ സ്ട്രീറ്റിലേക്ക് ഞാൻ കയറുകയാണ്. 2 സൈഡിലും സുവനിയർ ഷോപ്സ്, ധാരാളം കടകളുണ്ട്, എംപോറിയംസ്, നല്ല നല്ല കാര്യങ്ങളുണ്ട്. സ്പൈസസിൻ്റെ കടകളുണ്ട്, ആർട്ട് എംപോറിയമുണ്ട്, പിന്നെന്താ ക്ലോത്ത്സ്,
ഒന്നും പറയണ്ട, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ടു പോകാം. എന്തെങ്കിലും വാങ്ങാൻ തോന്നിയാൽ വാങ്ങുകയും ചെയ്യാമല്ലോ. ഇതൊക്കെ ആണുങ്ങളുടെ മോതിരമാണോ? ഇതൊക്കെ ആണുങ്ങളല്ലേ കൂടുതൽ? സിംഹമൊക്കെ ഉണ്ടോ? സിംഹം ഒക്കെ എന്താ വില? അത്രേ ഉള്ളൂ, 180. ഇത് പക്ഷേ എന്ത് മെറ്റലാണ്? ഇത് കറക്കുമോ? ഇത് കറക്കില്ല. ഓ, പേസ്റ്റ് ഇട്ട് വാഷ് ചെയ്താൽ ശരിയാകുമല്ലേ? ഇത് കണ്ടോ ആന? വാവ്, ഇതൊക്കെ മോതിരം കേട്ടോ, പവർഫുൾ ആയിട്ടുള്ള മോതിരങ്ങളാണ്. സാധാ മോതിരമൊന്നുമല്ല, ഇതൊരു ഭയങ്കര സംഭവമാണ്. ഓ, ആരാ? മൈ ഗോഡ്, സിംഹം, ലയൺ ഫേസ്, സോ ബ്യൂട്ടിഫുൾ. ഇതെല്ലാം അത് തന്നെ വില? സെയിം വില? ഓരോ സിംഹത്തിൻ്റെ മോൻ തന്നെയാണ്. ലയൺ. ദേ മൂങ്ങ. ഈ മൂങ്ങ നോക്കിയാൽ 2 കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങുന്നു. ഇത് ഭയങ്കര രൗദ്രഭാവത്തിലാണ് ഈ സിംഹം ഇരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ പാവം വേണ്ട, ചട്ടമ്പി ഇരിക്കട്ടെ. കുറേ സാധനങ്ങളുണ്ട്. ആമ വളരെ ഫേവറേറ്റാണ് എല്ലാവരുടെയും. ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ടേ നല്ല ഭംഗി. ഇത് കണ്ടോ, ലീൻസ് ആർട്ട് ആൻഡ് ആൻറ്റിക്സ്. ഇവിടെ കുറേ ഫേർണിച്ചേഴ്സ്, സ്കൾപ്ചേഴ്സ്, പെയിൻറ്റിങ്സ്, സോവിനിയേഴ്സ്, ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്. ഇത് ക്രാഫ്റ്ററി. ഇത് അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ കുറേ ഉണ്ട് കേട്ടോ. ക്ലാസിക് ആർട്ട്. അതൊരു കെഫേ ആണോ? ഇറ്റ്സ് എ കെഫേ, നല്ല ബ്യൂട്ടിഫുൾ കെഫേ കേട്ടോ. ഇറ്റ്സ് വെരി നൈസ്. നല്ല സുന്ദരികളായ കിളികളും വെൽക്കമിങ്. ഓ, നൈസ് ആംബിയൻസ്. അകത്തേക്ക് നല്ല പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ട്. ഇറ്റ്സ് എൻ ആർട്ട് കെഫേ. ഇവിടെ കിട്ടുന്ന കാര്യങ്ങൾ ലസ്സി, കോഫി, മൊജിറ്റോ, ലെമനേഡ്സ്, ബർഗർ, പാസ്ത, സാൻഡ്വിച്ചസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നിറച്ച ആളുണ്ടാകത്ത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയർ. ഓ, അടിപൊളി. കുറേ ഇമേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ, ഗംഭീരം. ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിന്നൊക്കെ വാങ്ങാൻ പറ്റും വേണമെങ്കിൽ. ട്രഡീഷണൽ ഓൾഡ് പല സ്ഥലത്തുനിന്നും കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ആൻറ്റിക് ഷോപ്പാണ്. ഗണപതി ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്തേക്ക് നോക്കൂ. ആ കഴുത്തിൻ്റെ ഭാഗമൊന്നുമില്ല, തുമ്പിക്കൈ വെച്ചിട്ടാണ് ഈ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓ, വെരി ബ്യൂട്ടിഫുൾ. അടിപൊളി. എൻ്റെ അമ്മയെ എന്തോരം കളക്ഷനാണ് ഇത്. സോ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ എങ്ങനെയാണ്? 1500. ഇത് എവിടെ നിന്ന് വരുന്നതാണിത്? ഈ ടൈപ്പ് ആണോ? ഏതെങ്കിലും ട്രഡീഷണൽ ആണോ? അല്ല, പ്രത്യേകിച്ച് ഏത് സ്ഥലം? അത് ഉദ്ദേശിച്ചിട്ടാണ് അല്ലേ? ഓച്ചിറ അമ്പലത്തിൻ്റെ. ഓക്കെ. ഓച്ചിറക്കാള അങ്ങനെയൊക്കെ അല്ലേ? ഓക്കെ. ഇതെല്ലാം 1500 അല്ലേ? ഇതോ 2000. വർക്ക് കൂടുതലാണ്. ഇത് 2000. ഇതെന്ത് മെറ്റീരിയലാണ്? വുഡാണ്. ഓ, ഓക്കെ. ഇത് 2800. ഇതൊക്കെ 1500. പിന്നെ ഈ വള്ളമൊക്കെയോ? 3500. ഇതൊന്നും വലിയ കൂടുതലായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി കുറവാണ്. ഇതോ? അത് 2000. 2000. ഇതൊക്കെ ഈ ആൻറ്റിക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വീടുകളിൽ ഇങ്ങനെ ഒരു ഇൻറ്റീരിയർ ചെയ്യാൻ അലങ്കാരമായിട്ട് അങ്ങനത്തെ ട്രഡീഷണൽ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ല ബൈയാണ് ഇവിടെയെല്ലാം വന്ന് വാങ്ങിയാൽ. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ വിഗ്രഹങ്ങൾ 22,000. ഇത് സരസ്വതി 58,000. ഗണപതി 1,10,000. ഇതൊക്കെ എന്താണ്? ബ്രോൺസാണ്? ബ്രാസ് അല്ലേ? ബ്രാസിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് ഓം എഴുതിയ ഈ ഗണപതി സ്വസ്തിക്ക് 5000. ഇത് ഭയങ്കര ഭംഗി കേട്ടോ. ഇതൊരു വീടിൻ്റെ എൻട്രൻസിൽ വയ്ക്കാൻ ഏറ്റവും ആപ്റ്റാണ്. സ്വസ്തിക്കിൽ വന്നിരിക്കുന്ന ഗണപതിയും അത്ര ഐശ്വര്യമാണത്. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഇതൊന്നും വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കില്ലല്ലോ അല്ലേ? ഈ ക്ലോക്സ് എന്നാലും ഇതൊരു ആൻറ്റിക്കായിട്ടല്ലേ വെക്കണേ? ഹോൾഡ്. ഇത് വർക്കിംഗ് ആണോ? ഇതൊക്കെ എന്താ പ്രൈസ്? 1 lakh. ഓക്കെ. ഓ, അതിമനോഹരമായ കളക്ഷൻ. ഗോൾഡ് കാസ്റ്റിംഗ് ആണോ? ഓക്കെ. 3000. എല്ലാത്തിനും സെയിം ആണോ അതോ വലിപ്പം? ചെറുത് വലുത് വലിപ്പം? ഓ, അത് ശരി. ഓക്കെ. ഓ, ഇതെന്ത് ഭംഗിയത്. ഇതൊക്കെ ഡൽഹി, ബോംബെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുന്നതാണ്. ഇതിൻ്റെ എന്ത് ഭംഗിയാ. ബ്രാസാണ്. നല്ല വിലയുണ്ടാവും അല്ലേ? 2,80,000. ഇത് നോക്കി ആനപ്പുറത്തിരിക്കുന്ന ഗണപതി ഭഗവാൻ 1,80,000. ഓക്കെ. പിന്നെ ഇത് ഇങ്ങനെ കുറേ ഇത് ബുദ്ധാസ്, ശിവഭഗവാൻ,
എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിന് എന്താ വില വരിക? മീഡിയം സൈസ് 9,000, 12,000, ചെറുത് 3,000. ചെറുത് 3,000 സൈസ് വൈസ് ആണ്. വലുത് 12,000, മീഡിയത്തിന് 9,000 അങ്ങനെ വരും. റെസ്റ്റിംഗ് ബുദ്ധ, അയ്യോടാ സോ ക്യൂട്ട്. അതെന്താ വില? 3,500. ഓ വെരി നൈസ്, വെരി നൈസ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പുതിയതായിരിക്കില്ലല്ലോ, ഉണ്ടാക്കുന്നതാണോ ഇപ്പോഴും? ആ പാറ്റേണിൽ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ആൾക്കാർ മേടിക്കാനുണ്ടാവും അല്ലേ? ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ. ഇത് നോക്കിയേ, ഇത് തടിയാ, മെറ്റൽ തന്നെയാണോ? അപ്പോൾ ഭയങ്കര ഹെവി ആയിരിക്കുമല്ലോ. ഇത്ര വിളക്ക്, ഇതൊക്കെ ഒരു വിളക്കല്ലേ? ഇങ്ങനെയൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്നതാണോ? ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്നതാണ്. ആൻറ്റിക് കളക്ഷൻസാണ്, പലയിടത്തു നിന്നും കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കാനായിട്ട് അവർ വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ഷോപ്പിൽ. ഇതൊക്കെ റിയൽ ആൻറ്റിക്കാണ്, ഉണ്ടാക്കിയതല്ല, പാറ്റേണായിട്ട് ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ ഭയങ്കര വിലയായിരിക്കില്ലേ? എന്ത് വില? 3.5 ലക്ഷം. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു പീസാണ്, കളക്ഷൻ, ഒരു കളക്ടേഴ്സ് പീസാണ്. വലിയ ഹോട്ടൽസൊക്കെ അല്ലേ, റിസോർട്ടുകളൊക്കെയാണ് അവർ മേടിച്ചത്. അത് എൻട്രൻസിൽ ഇതെന്ത് സ്വർണ്ണ കൊലപാതകി? അത് പുതിയതാണല്ലേ? ഞാൻ മേടിച്ചു അങ്ങനെയുണ്ടെന്ന്. അയ്യോ, ഇതിനെല്ലാം ഒരു കഥയുണ്ടാവുമല്ലേ ഏതെങ്കിലും രാജ്യത്ത്, ഏതെങ്കിലും നാട്ടിൽ? റിയൽ ആൻറ്റിക് വളരെ പഴക്കം ചെന്ന കാര്യങ്ങൾ തന്നെയാണ്. ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്, പഴയ കാര്യം. ഇതെല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ? ചുവരിലൊക്കെ കിടക്കുന്ന കാര്യം. ഇതിനൊക്കെ വിലയിടാൻ പറ്റില്ല, പ്രൈസ്ലെസ് ആണ്. അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആൻറ്റിക് മീൻസ് റിയൽ ആൻറ്റിക് ഈസ് പ്രൈസ്ലെസ്, അതാണ് സത്യം. പിന്നെ ഇതൊക്കെ കൂടുതലും ഇപ്പോൾ റിസോർട്ടുകാരൊക്കെയാണ് വാങ്ങുന്നത്. അവരുടെ റിസോർട്ട് ഈ പഴയ സ്റ്റൈലിലൊക്കെ ചെയ്യുമ്പോൾ അല്ലേ, പഴയ തറവാടുകളൊക്കെ എടുത്ത് വെച്ചിട്ട് റിസോർട്ട് ചെയ്യുമ്പോൾ അതിന് ആ ആംബിയൻസിന് പറ്റുന്ന രീതിയിലുള്ള ആൻറ്റിക്കുകൾ വെച്ചിട്ടായിരിക്കും അവർ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നത്. ഓ ഭയങ്കര സംഭവം കേട്ടോ. ഇതൊക്കെ തെയ്യത്തിൻ്റെ ബൂട്ട മാസ്ക്. ഇവിടെ വരുന്ന ഫോറിനേഴ്സൊക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അവർ വാങ്ങാൻ നോക്കും. പക്ഷെ അവർക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഭയങ്കര പാടല്ല, ഹെവിയാണ്. നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും അല്ലേ അതിൻ്റെ പാക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ? ഓക്കെ. ഇതൊരു മദർ മേരിയുടെ ഒരു ഇമേജ്. ഇത് ജൂതന്മാരുടെ ലാംപ് ഷെയ്ഡാണ്. അപ്പോൾ അവർക്കൊരു സ്റ്റാർ ഷേപ്പാണ് അവരുടെ ഒരു ഇതാണ്, അവരുടെ സിമ്പിളാണ്. അപ്പോൾ അങ്ങനത്തെ 2 ഉണ്ട് ഇവിടെ. അതിലിപ്പോൾ എങ്ങനെ ലാംപ് ഷെയ്ഡ് ഇന്ന് അടുക്കുള്ള ഭാഗത്തായിരിക്കും അല്ലേ? ഓക്കെ അതിൽ വെച്ചിട്ട് ഇറക്കിയിടും. ഓക്കെ. ഇത് വാങ്ങാൻ പോകും. യെസ്, ഇത് വളരെ പീസ്ഫുള്ളായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിലയും കൂടെ അതെ, ഓരോന്നും കാണുമ്പോൾ ഓരോ ഭംഗി. ഇത് നോക്കിയേ, സച്ച് എ യൂണീക്ക് പീസ്. ഗീതോപദേശം, ശ്രീകൃഷ്ണൻ തേരാളി, അർജുനൻ, മഹാഭാരത യുദ്ധം, സിനാരിയോ അതാണ്. എന്ത് ഭംഗിയായിരിക്കുന്നു. ഇതൊക്കെ എന്താ വില? അത്രേ ഉള്ളൂ, 5,500. നല്ലൊരു പീസല്ലേ? ഓ അടിപൊളി. ഇവിടെ കാണുന്ന പലതും മേടിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ബഡ്ജറ്റിൽ നിൽക്കില്ല, അത്രയ്ക്കുണ്ട്. കുറേ വാങ്ങാൻ തോന്നുന്നു. പക്ഷേ നമ്മളൊരു തീമാറ്റിക്കായിട്ടൊരു വീട് വയ്ക്കുമോ അല്ലെങ്കിൽ റിസോർട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻറ്റീരിയറിന് ആവശ്യമുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രഡീഷണൽ പാറ്റേണൊക്കെ ആയിട്ട് നിങ്ങൾ വീട് വയ്ക്കുകയാണെങ്കിൽ, ഇൻറ്റീരിയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. ജൂ സ്ട്രീറ്റിൽ ഇതുപോലെയുള്ള നല്ല കടകളൊക്കെ ഉണ്ട്. താജ് ആൻറ്റിക്സ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്, അത് നോക്കിയാൽ മതി. ജസ്റ്റ് ജൂ സ്ട്രീറ്റിൽ കയറി കുറച്ചും കൂടെ നടക്കുമ്പോൾ കാണാം. ഇത് അവർക്ക് ഇപ്പുറവും അപ്പുറവും ഉണ്ട് കേട്ടോ, 2 സൈഡിലായിട്ട്. ഡീലേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സാണ്.
എവിടേക്ക് വേണമെങ്കിലും അവർ പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു തരും. സോ ഇറ്റ്സ് നൈസ്. ഞാനിങ്ങനെ റാൻഡമായിട്ട് വന്ന് കയറി, പക്ഷേ എനിക്ക് തോന്നി ഭയങ്കര കളക്ഷനാണ് ഇവിടെ. അങ്ങനെ ഒരു ആൻറ്റിക് ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ എത്ര എണ്ണമാണെന്നറിയാം. ഇതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ്, ഇതാണ് അവരുടെ മറ്റേ കട ഓപ്പോസിറ്റ്. ഇവിടെ വലിയ വലിയ ഇമേജസ് ആണ്, വലുത് വലിയ വലിയ തഞ്ചാവൂർ പെയിൻറ്റിങ്സ് ഒക്കെ, എന്താ പറയുക, എല്ലാം വലുത്. എവറിത്തിങ് ഈസ് ഹ്യൂജ്. പലതരം. ഇതൊക്കെ ഭയങ്കര വിലയായിരിക്കും അല്ലേ തഞ്ചാവൂർ പെയിൻറ്റിംഗ് ഒക്കെ? 13 ലക്ഷം. ഇത് 25 ലക്ഷത്തിൻ്റെ പെയിൻറ്റിങ് കേട്ടോ. ഇത് തഞ്ചാവൂർ 18 ലക്ഷം. ഇനി ഞാൻ വില പറയുന്നില്ല, എല്ലാ ലക്ഷങ്ങളുടെ കണക്കാണ് ഇതിനകത്ത് കംപ്ലീറ്റ് കഴിഞ്ഞു പോയി. പഴയ തറവാടുകളൊക്കെ പല സ്റ്റേറ്റിലെയും ഡിമോളിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തെ ഫേർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കളക്ടേഴ്സ് അവർ കളക്ട് ചെയ്തിട്ട് ഇവരവരുടെ നിന്ന് മേടിക്കുന്ന. ഇതെന്താണെന്നാണ് പറഞ്ഞത്? ഈ ടൈപ്പ് മെഡിസിൻ ബോക്സ്. ഏതോ ആൾക്കാരുടെ മെഡിസിൻ ബോക്സ് ഏതോ വീട്ടിലുണ്ടായിരുന്നതാണ്. ഇതിങ്ങനെ ഒരു വലിയൊരു ആൻറ്റിക് പീസാണ്. അപ്പോൾ ഇതൊക്കെ എന്താ വില വരിക? 8 ലക്ഷം. സോ എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, ആൻറ്റിക്. ഇതുപോലെ എത്രമാത്രം ആൻറ്റിക് ഷോപ്സ് ഉണ്ടറിയോ ഇവിടെ, ചെറുതും വലുതുമായിട്ട്. അടിപൊളിയാണ്, കൊതിയാവും നമുക്ക് കാണുമ്പോൾ. ഇതൊക്കെ ചെറുത്. ഇതൊക്കെ നോക്കി, ഇത് അഗെയിൻ ഹെറിറ്റേജ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ. പിന്നെ തൊട്ടപ്പുറത്തേക്ക് നോക്കൂ, മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻറ്റിക് ഷോപ്പ്. പുറത്തൊക്കെ വെച്ചിരിക്കുന്ന ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മളറിയാതെ അട്രാക്റ്റഡായിട്ട് അകത്തേക്ക് കയറും. ആൻറ്റിക് ഓൾഡ് കോയിൻസ്, നോട്ട്സ്, സ്റ്റാമ്പ്, ഇതൊക്കെ കളക്ടേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങാം. ഇത് ഫോറിനേഴ്സിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയണ്ട, ഒരു ചാകര പോലെയാണ്. അവർക്ക് കാണാൻ പറ്റാത്ത അത്രയും ആൻറ്റിക് സാധനങ്ങളൊക്കെ കാണാം. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നു, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നമുക്ക് തന്നെ ഇത്ര ഇഷ്ടമാവുകയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും അവരുടെ ഫീലിംഗ്. ഇത് നോക്കൂ, പെർഫ്യൂം ഷോപ്പാണ്. അത്ര എസെൻഷ്യൽ ഓയിൽസ്, ഫ്ലവർ ഓയിൽസ്, പെർഫ്യൂം ഓയിൽസ്, ഹാൻഡ് മെയ്ഡ് നാച്ചുറൽ മറ്റേ എന്താ പറയുക, സാമ്പ്രാണി. അപ്പം നടന്ന് നമ്മൾ കാഴ്ചകൾ കണ്ടത് ജ്യൂ ടൗണിലാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ ജ്യൂ സ്ട്രീറ്റ്. ഇതൊരു ഹെറിറ്റേജ് ആർട്ടിൻ്റെ സ്ഥലമാണ്. ഈ ഡീലേഴ്സ് ഓഫ് ആൻറ്റിക്സ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതിനകത്തോട്ടാണ്. ഇതെല്ലാം ജ്യൂ ടൗണിലെ കാഴ്ചകളാണ്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അങ്ങനത്തെ ഷോപ്സാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ഈ ആൻറ്റിക്, എൻ്റെ അമ്മേ എന്തൊക്കെയുള്ള ആൻറ്റിക് ഷോപ്സാണ് ഫുള്ള്. അല്ല, മലയാളത്തിൽ എന്താ പറയുക? ഇത് ചുണ്ടൻവള്ളം തന്നെയാണ് അല്ലേ? ഓൾഡസ്റ്റ്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ആറന്മുളയിലെ. ഓക്കെ, ഓൾഡസ്റ്റ് ചുണ്ടൻവള്ളമാണെന്നാണ് പറഞ്ഞത്. എക്സിസ്റ്റിംഗ് ആറന്മുളയിൽ നിന്ന് വന്നു. അയ്യോ, 150 ഫീറ്റ് ലോങ്. അയ്യോ, എന്ത് പാടായിരിക്കും അല്ലേ, എന്ത് ലോങ് ആണെന്ന് നോക്കിയേ. ലോങ് വൺ, ഹ്യൂജ്. എന്ത് വലിയ ചുണ്ടൻവള്ളമാണെന്ന് നോക്കി. ഇത് ആറന്മുളയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓൾഡസ്റ്റ് ചുണ്ടൻവള്ളമാണെന്ന് പറഞ്ഞത്. ഇവരുടെ കളക്ഷനാണിത്. ഇതും ഒരു വലിയ കളക്ടേഴ്സ് ഒരു പറ്റിയൊരു സംഭവമാണിത്. ഇത് നോക്കിയേ, ബിൽഡിങ് തന്നെ നോക്കിയേ. ആഹാ, ഒരു ചെട്ടനാട് ഫാഷൻ പോലെ ഉണ്ട് ആ ഒരു സ്റ്റൈലിൽ. തൂണുകളും മേളത്തെ നിലയൊക്കെ നോക്കിയാൽ അയ്യോ എന്ത് ഭംഗിയാണ്. ഇതൊക്കെ വേറൊരു ആംബിയൻസ് ആണല്ലോ, ഒരു ചെട്ടനാട് അവിടത്തൊക്കെ പാലസുകളൊക്കെ. പാലസിന്ന് വന്ന്, ഓ അതന്നെ. ഏത് ടൈപ്പ് പാലസ്? ഇത് ചെട്ടനാട് സൈഡിൽ നിന്ന് വന്നാണ്? സൗത്ത് ഇന്ത്യൻ ആണ്. ഓക്കെ, പില്ലേഴ്സൊക്കെ, സീലിങ്സ്. ഓ, സോ ബ്യൂട്ടിഫുൾ. ഒരു പാലസിൽ നിന്ന് ഡിമോളിഷ് ചെയ്തതെന്ന് എടുത്തിട്ട് വന്ന് റീഅസംബിൾ ചെയ്താണിത്. സോ ബ്യൂട്ടിഫുൾ, വെരി നൈസ്. അപ്പോൾ നമ്മൾ ജ്യൂ ടൗണിൽ നിന്നും ആ വളവ് തിരിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജ്യൂ സ്ട്രീറ്റായി അങ്ങോട്ട് പോകാം. ഇവിടെ എല്ലാം ക്ലോത്ത് ഷോപ്സാണ്, പിന്നെ പെർഫ്യൂം ഷോപ്സ്, ആൻറ്റിക് തന്നെയാണ് മെയിൻ. അപ്പോൾ നമ്മൾ ജ്യൂ ടൗണിൽ നിന്നും ഈ റോഡിൽ വന്നിട്ട് ഇങ്ങോട്ട് കയറി. അപ്പോൾ ഇത് ജൂയിഷ് സിനഗോഗ് ഉള്ള റോഡാണ്.
ഇത് നേരെ ചെന്ന് ആ ജൂയിഷ് സിനഗോഗിലാണ് എത്താൻ പോകുന്നത്. നോക്കി, ഇതൊരു വാക്കേഴ്സ് സ്ട്രീറ്റാണ്, വാഹനങ്ങളൊന്നും പ്രവേശിപ്പിക്കില്ല. ഇത് നോക്കി, രണ്ട് സൈഡിലും ഷോപ്സ്, ബ്യൂട്ടിഫുൾ. തറയൊക്കെ നോക്കിയേ, കോബിൾഡ് സ്ട്രീറ്റ്, വെരി നൈസ്. ഒത്തിരി എംപോറിയംസ്, കാശ്മീരി ടൈപ്പ് സാധനങ്ങളൊക്കെ ഉള്ള കടകളുണ്ട്. ഓക്കെ ഓക്കെ, ഓ നൈസ്. ഹൗസ് ഓഫ് കാശ്മീരി സൺഷൈൻ, ഇതൊരു കാശ്മീരി പഷ്മിന അങ്ങനത്തെ കാര്യങ്ങൾ, ജുവലറി എല്ലാം കിട്ടുന്ന കട. ഇതുപോലെ കുറേ ഷോപ്സ്, കുറേ ജുവലറി ഐറ്റം. പിന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ ഷോപ്പ് അല്ലാണ്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴും ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ട്രീറ്റാണ് കേട്ടോ. ഒരുപാട് ഷൂട്ടിങ് സിനിമകളുടെയും ഒക്കെ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. സാരീസൊക്കെ ഉണ്ട് ഇവിടെ, ഡ്രസ് മെറ്റീരിയൽസ്. ഇവിടെയെല്ലാം ഒരുപാട് ആർട്ട് കഫേസ് ഉണ്ട്. കഫേ വിത്ത് ആർട്ട് കാര്യങ്ങൾ, അത് ഭയങ്കര ഒരു ക്യൂട്ട് കോമ്പിനേഷനാണ്. കഫേ വിത്ത് ആർട്ട് കഫേസ്, ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ നിന്നൊക്കെയാണ് പല ഭാഗങ്ങളിലേക്കും പോയിരിക്കുന്നത്. ഇതൊരു കഫേയാണ്, മോച്ച ആർട്ട് കഫേ. ഇതൊക്കെ വെളിയിൽ നിന്ന് നോക്കിയേ, ദിസ് ഈസ് മോച്ച ആർട്ട് കഫേ. ഈ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലൊരു ബ്യൂട്ടിഫുൾ കഫേ. അവിടെ കുറേ മഫിൻസ്, മൊജിറ്റോസ്, മോച്ച, സാൽസ, പിന്നെന്താ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കിട്ടും. ഇത് കംപ്ലീറ്റ് ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്നൊരു ഏരിയയാണ് കേട്ടോ. അവിടെയൊക്കെ എന്താണ് കുട്ടികളുടെയൊക്കെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. റീൽസ് ആകാം, അതല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് ആകാം, എന്താണെന്നറിയില്ല. അവിടെ എല്ലാവരും ബിസി. രാത്രി ആയി കഴിഞ്ഞാൽ ഈ ലൈറ്റ്സൊക്കെ കത്തും കേട്ടോ. ഇങ്ങനെ ചെറിയ ലാംപ്സൊക്കെ ഉണ്ടോ. സച്ച് എ ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്, ജസ്റ്റ് ദ ജിയോ സ്ട്രീറ്റ്. നടന്ന് ഈ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ പോയിട്ട് സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ഇതേ കസേരയൊക്കെ ഉണ്ട്, ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്, വഴി വിളക്കുകൾ. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ റോഡിലൂടെ നടന്ന് പോകുമ്പോൾ കാണുന്നതാണ് ആ പരദേശി സിനഗോഗ്. ജൂയിഷാണ്. അത് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു. നോ എൻട്രി ഫോർ വെഹിക്കിൾസ് ആണ് ഈ ഹോൾ സ്ട്രീറ്റിൽ. ഒരുപാട് ആർട്ട് എക്സിബിഷനൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. എത്തനിക് പാസേജാണിത്. ടീച്ചേഴ്സാണോ എല്ലാവരും? ഓ, ഏത് എവിടെ നിന്നാണ് വന്നേ? ആ, അതെവിടെ സാർ? കൊടുങ്ങല്ലോ, ആ സൈഡ്. ഓക്കെ. അപ്പോൾ ഈ സിനഗോഗ് ഇന്ന് ഹോളിഡേ ആണ് കേട്ടോ. സാറ്റർഡേ ഇറ്റ്സ് എ ഹോളിഡേ. അകത്തേക്ക് കയറാൻ പറ്റില്ല. ഇതാണ് കൊച്ചിൻ പരദേശി സിനഗോഗ്. വിസിറ്റിംഗ് അവേഴ്സ് നോർമലി 10 AM to 6 PM ആണ്. ഫ്രൈഡേ ആണെങ്കിൽ 10 മണി തൊട്ട് 2 മണി വരെ. സാറ്റർഡേസ് ആ ഹോളിഡേ. ഇവിടുത്തെ ഈ പരദേശി സിനഗോഗിൻ്റെ ഒരു ബ്യൂട്ടി നോക്കിയാൽ അടഞ്ഞ് കിടക്കുമ്പോൾ ആ ക്ലോക്ക് ടവറും താഴെ ഈ സൈഡിൽ ആ ബൊഗെയിൻവില്ല എല്ലാം കൂടി വരുമ്പോൾ വേറൊരു ആംബിയൻസാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടെന്ന് തന്നെ പറയാം പുറത്ത്. വെരി നൈസ്. ജൂതന്മാരുടെ സിമ്പിളാണിത്. ഏതാണ്ടോ സ്റ്റാർ ഷേപ്പ്. ഈ ഒരു കൊച്ചിൻ പരദേശി സിനഗോഗ് 1568 ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾഡസ്റ്റ് ഇൻ ദ കോമൺവെൽത്ത് കൺട്രീസാണ്. ചെറിയ റിനോവേഷൻ വർക്ക്സൊക്കെ പിന്നെ പിൽക്കാലത്ത് നടന്നിട്ടുണ്ട്, അത് വ്യത്യാസമുണ്ട്. എങ്കിലും ജനറലി പറയുകയാണെങ്കിൽ നല്ല തിരക്കാണ് ഇവിടെ. ഇതാണ് ആർട്ട് കഫേയുടെ ഉള്ളിൽ. ഇവിടെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. ഒക്കെ ഫോർ സെയിലാണ്, വേണമെങ്കിൽ വാങ്ങാം. കഫേയുടെ ഉള്ളിലേക്ക് ഇത്രയും സ്ഥലമുണ്ടല്ലേ അകത്തോട്ട്. അടിപൊളി, സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ ആർട്ട് കഫേ. ഇത് കോഫിയൊക്കെ കുടിക്കാം. ഓ, ഇതൊരു നല്ല കോൺസെപ്റ്റ് അല്ലേ, ആർട്ട് കഫേ. ഇവരുടെ സ്പെഷ്യൽ നൂഡിൽസ് അങ്ങനത്തെ കുറേ കാര്യം. അവരെ പറ്റി ഒരുപാട് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ വലിയ ഡീറ്റെയിൽ മെനു വന്നിട്ടുണ്ട്. മോച്ച സ്പെഷ്യൽ ബ്ലെൻഡഡ് ഞാൻ വാങ്ങാൻ പോകണു. കോൾഡ് കോഫി വിത്ത് ഐസ്ക്രീം വേറെ ഉണ്ട്, കോൾഡ് കോഫി മാത്രമുണ്ട്, പാസ്താസ് ഉണ്ട്, നമ്മുടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പല ടൈപ്പ് ഓഫ് ഓംലെറ്റ്സ്, കീമ ചീസ് ഓംലെറ്റ്, സ്പിനാച്ച് മഷ്റൂം ചീസ് ഓംലെറ്റ്, ചിക്കൻ ചീസ് ഓംലെറ്റ്, അടിപൊളി മസാല ഓംലെറ്റ്. പിന്നെ ബ്രെഡ്സ് ഉണ്ട് പലതരം, ഗാർലിക് ടോസ്റ്റ്, ചില്ലി ചീസ് ടോസ്റ്റ്, ഫ്രഞ്ച് ടോസ്റ്റ്, പെരി പെരി ചിക്കൻ സാൻഡ്വിച്ച്, ആഹാ, ജമൈക്കൻ ജർക്ക് ചിക്കൻ സാൻഡ്വിച്ച്, അടിപൊളി. പാൻ കേക്ക്സ് ഉണ്ട് പലതരം. ഓ മൈ ഗോഡ്. സ്മൂത്തീസ് ഉണ്ട്, ഷേക്സ് ഉണ്ട്, ലസ്സീസ്, ഡിസേർട്ട്സ് ആൻഡ് കേക്ക്സ്, അടിപൊളി. നല്ലൊരു ആംബിയൻസ് കേട്ടോ. ദിസ് ഇസ് എ ആർട്ട് കഫേ. താഴെ കയറി വരുന്ന റൂമിലെല്ലാം കുറേ പെയിൻറ്റിങ്സ് ആണ്, ഒക്കെ സെയിലിനാണ്. ഇത് മോച്ച സ്പെഷ്യൽ ബ്ലെൻഡഡ് കോൾഡ് കോഫി കേട്ടോ. അപ്പോൾ ഇതിൽ ചോക്ലേറ്റും കൂടി ഉണ്ടാവും അല്ലേ, ചോക്ലേറ്റ് ആൻഡ് കോഫി. വാവ്, താങ്ക് യു. ആഹാ, നല്ല കോഫി ഫ്ലേവർ. താനിക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാൻ സാധ്യതയുള്ള കാര്യമാണിത്. ഷീ ലൈക്സ് കോഫി, ഭയങ്കര കോഫി അഡിക്റ്റാണ്, ഇഷ്ടമാണ്. പുറത്തെ ചൂടിൽ നിന്നും ഒരു തടുത്തുണ്ട്
ഇതെല്ലാം കഴിയുമ്പോൾ നോക്കിക്കോളൂ, തൊണ്ടവേനയും പനിയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഭയങ്കര ചൂടിൽ നിന്ന് സ്ട്രെയിറ്റ് അവേ വന്ന് ഭയങ്കര ചിൽഡായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാമല്ലോ. ആർട്ട് കഫേയിൽ നിന്ന് ഇറങ്ങുന്നു. ഓക്കെ, നമ്മുടെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ഇനി ഓടണം. ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് സ്കൂൾ ബാറാണ്, റിനു സ്കൂൾ ബാർ. ഇവിടെ വന്നാൽ നല്ല അവക്കാഡോ ഷേക്ക് കിട്ടും. സ്പെഷ്യൽ അവക്കാഡോ ഷേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷേക്ക് ഉണ്ടോ? സ്പെഷ്യൽ അവക്കാഡോ, കാഷ്നട്ടും ഐസ്ക്രീമും കൂടി ചേർത്ത്, അപ്പോൾ അതാകാം സ്പെഷ്യൽ അവക്കാഡോ. അപ്പോൾ അതിന് 80 റുപ്പീസ്. നോർമൽ അവക്കാഡോ ഷേക്കിന് വിത്തൗട്ട് ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു 70. ഒരു സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ. ഹനീഫിക്കയുടെ ഇറച്ചിച്ചോറ് കിട്ടുന്ന കടയുടെ വളരെ അടുത്താണിത്, റിനു സ്കൂൾ ബാർ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എടുക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ അന്ന് നടന്നില്ല. ഓക്കെ, ഇത് അവക്കാഡോ, ഇത്രയും അവക്കാഡോ ഇത് എവിടെ നിന്ന് അവർക്ക് കിട്ടുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒത്തിരി പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്, ബനാനാസിനെക്കാട്ടിലും കൂടുതൽ. അങ്ങനെ അടിപൊളിയാണ്, ഹെൽത്തി, ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സൂപ്പർ ഫുഡാണ് അവക്കാഡോ. അപ്പോൾ അതുകൊണ്ടുള്ള അത് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇവിടെ കുറേ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, സീതാപ്പല്ലുണ്ട്, സ്ട്രോബെറി ഉണ്ട്, മാംഗോ, ചിക്കു, ഷമാം, ഷേക്ക് എല്ലാം ഉണ്ട്. സ്പെഷ്യൽ അവക്കാഡോ ആണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിരിക്കണം. എന്നോട് ഒരുപാട് പേര് പറഞ്ഞാണ്, ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈം വരികയാണ് ഇവിടെ. പക്ഷേ ഹൈലി റെക്കമെൻഡഡ് ആണെന്ന് പറയും. അവക്കാഡോ ആർട്ടറിയൽ ഹാർട്ട് ഡിസീസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെന്താ, കലോറീസ് കുറവാണ് എങ്കിലും അതിൻ്റെ വൈറ്റമിൻ, അതിൻ്റെ അത് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെന്താ പറയുക, ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട്. പിന്നെന്താ പറയുക, ഫൊളേറ്റ് ഇൻടേക്കിന് നല്ലതാണ്. എക്സ്പെക്റ്റിംഗ് മദേഴ്സിനും കൺസീവ് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ നല്ലതാണ്. അവക്കാഡോയുടെ പീസസ് ഓൾറെഡി ഇട്ടു, ഫ്രോസൺ മിൽക്ക് ഇട്ടു. എത്ര എണ്ണം ഇട്ടു അതിനകത്ത് അവക്കാഡോ? 5 എണ്ണം ഇടും അല്ലേ. ഇതാണ് ഇവിടുത്തെ അവക്കാഡോസ്. ഇത് ഇവർ മേടിച്ച് പഴുപ്പിക്കുകയാണ് ചെയ്യണത്. അതിനടുന്നൊക്കെ വരുന്നു എന്നാണ് പറയുന്നത്. മാമ്പഴം ഉണ്ട് നല്ല ഫ്രഷ്. വിത്ത് ഐസ്ക്രീം ആണെങ്കിൽ മേളിൽ ഐസ്ക്രീമും വരും, കുറേ നട്ട്സൊക്കെ വരും, അത്രേ ഉള്ളൂ. ആ, എന്തൊരു ടേസ്റ്റാണോ! സത്യം പറഞ്ഞാൽ അവക്കാഡോ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണ്. പക്ഷേ ഇതിങ്ങനെ ഒരു ഷേക്കായിട്ട് കഴിച്ചപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും രുചിയുണ്ട്. വിത്തൗട്ട് ഐസ്ക്രീം തന്നെ ഇത്രയും ടേസ്റ്റ്. വിത്ത് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ മേളിൽ കുറച്ച് അതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. പക്ഷെ അതിപ്പോൾ നമുക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ട് കുറേ ടൈം എടുക്കും. നോർമൽ അപ്പോൾ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ആഹാ, വെരി ക്രീമി, ടേസ്റ്റി. മസ്റ്റ് ട്രൈ ആണ്, മറക്കണ്ട. റിനു സ്കൂൾ ബാർ, മട്ടാഞ്ചേരി. ഈ ഒരു ട്രിപ്പ് നിങ്ങൾ വെക്കണം കേട്ടോ, ഫോർട്ട് കൊച്ചി ആൻഡ് മട്ടാഞ്ചേരി. കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, കുറേ കാഴ്ചകൾ കാണാനുണ്ട്, കുറേ ഭക്ഷണം കാര്യങ്ങൾ കഴിക്കാനുണ്ട്. നൈസ്. പിന്നെ വേറൊന്നും ചേർത്ത് ഞാൻ കണ്ടില്ല കേട്ടോ. അവക്കാഡോയും നല്ല ഫ്രോസൺ മിൽക്കും പക്ഷേ എനിക്ക് ടേസ്റ്റാണ്. സോ ക്രീമി. ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കാണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സ്വാദമുള്ള ഒരു മിൽക്ക് ഷേക്ക്, ഒരു ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് കഴിച്ചിട്ടില്ല. മസ്റ്റ് ട്രൈ. അയ്യോ, ഡ്രൂളിക്കുന്നത് പറയാം, ഞാനിങ്ങനെ മയങ്ങിയിരിക്കും. ഇത് നോക്കി, പച്ച അവക്കാഡോസ് കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്ന സ്റ്റോക്ക്. ഇതെല്ലാം ഇനി പഴുത്ത് വരുമ്പോൾ അനുസരിച്ച് അവരുണ്ടാക്കി കൊണ്ടിരിക്കും. ഇഷ്ടംപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ്. 24 വർഷമായിട്ട് ഈ അവക്കാഡോ ജ്യൂസ് വിൽക്കുന്ന കടയാണ് കേട്ടോ. മിൽക്ക് ഷേക്ക് അടിപൊളി, ഒന്നും പറയാനില്ല. ഇങ്ങനെയൊന്നും ഞാൻ കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല, അത്ര ടേസ്റ്റ്. ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് പോകണു, എന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് അടുത്ത പരിപാടിയായിട്ട് പോകുന്നു. ബാക്കി വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്ത കുമ്പളങ്ങിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനൊരു ഡ്രസ് ചേഞ്ച് ഉണ്ട്, നമുക്കവിടെ സൺസെറ്റിന് മുന്നേ എത്തണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. പിന്നെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ